നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുടെ പ്രണയം ഈ വ്യക്തിക്ക് വേണം. നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതത്തിൽ പുതിയൊരു ജീവൻ നൽകാൻ ഈ വ്യക്തി വരുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ പ്രണയം ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അടുത്തേക്ക് വരുവാനായി ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടോ? നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം ഉണ്ടാക്കുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വായനയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ആണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് അഗാധമായിട്ടുള്ള മാനിഫെസ്റ്റേഷനിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ വേണ്ടാന്ന് വെക്കണമെന്ന് തോന്നിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ നന്മകൾ, നിങ്ങളുമായി ഉണ്ടായിരുന്ന മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, നിങ്ങളുടെ സ്നേഹം അറിഞ്ഞ നിമിഷങ്ങൾ, നിങ്ങളുടെ മനസ്സ് അറിഞ്ഞ സാഹചര്യങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മാറ്റി നിർത്തുവാനോ നിങ്ങളെ വേണ്ടാന്ന് വെക്കുവാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തുടക്കമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിയുടെ പഴയ കൂട്ടുകെട്ടുകളും അനാവശ്യമായിട്ടുള്ള വ്യക്തികളായിട്ടുള്ള കൂട്ടുകെട്ടുകളും എല്ലാം മാറ്റിക്കൊണ്ട് സമാധാനപരമായ ഒരു പുതിയ ജീവിതത്തെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പുതിയ ജീവിതം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയ തുടക്കമാണ്. ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കാത്ത പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഈ വ്യക്തി പലപ്പോഴും നിങ്ങളുമായിട്ട് കൂട്ടുകൂടണമെന്നും സംസാരിക്കണമെന്നും വിചാരിക്കുമ്പോൾ അതിന് സാധിക്കാറില്ല. നിങ്ങളുമായി റിയൂണിയൻ നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് സാധിക്കാറില്ല. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി വളരെയധികം വിഷമത്തിലേക്ക് പോയിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. വളരെയധികം വിഷമത്തിൽ പോകാനായിട്ടുള്ള കാരണം എന്തെന്നാൽ ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒറ്റപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി അവസ്ഥകളാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒറ്റപ്പെടലിന്റെ വേദനയിൽ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളും മാറ്റങ്ങളും തീരുമാനങ്ങളും വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ മാറ്റത്തിന് വേണ്ടി തയ്യാറാകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളെല്ലാം മാറ്റിവെച്ചതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അത് കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതത്തിൽ അവിടെ തടസ്സം നിൽക്കുന്നവരാരാണോ അവരുമായി അകലാൻ തന്നെയാണ് ഈ വ്യക്തി തീരുമാനിച്ചിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മാറ്റി നിർത്തിയതിൽ പിന്നെ ഈ വ്യക്തി എന്താണ് നേടിയത് എന്നുള്ള ചോദ്യമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ ഈ വ്യക്തിക്ക് ഇന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ വ്യക്തിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഈ വ്യക്തിക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായോ? എന്തെങ്കിലും സന്തോഷങ്ങൾ ഉണ്ടായോ? ഒരിക്കലുമില്ല. ആകെ ഉണ്ടായിരുന്ന മനസമാധാനം കൂടെ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഈ വ്യക്തി എപ്പോഴും നിങ്ങളുമായി കണക്ട് ചെയ്ത് നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങൾ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണെന്നും നിങ്ങൾ ഒരു പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണെന്നും നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ സമാധാനവും സന്തോഷം ഉണ്ടാകുമെന്നുമുള്ള ഒരു തോന്നലാണ് അല്ലെങ്കിൽ വിശ്വാസമാണ് ഈ വ്യക്തിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴാണോ ഇല്ലാതെയായത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ
ഈ വ്യക്തിയുടെ ജീവിതം പരീക്ഷണങ്ങളുടെ പടുകുഴിയിലേക്ക് വഴുതി വീണു എന്ന് തന്നെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും നാളുകളാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് നിങ്ങളെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ്. കാരണം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മാറ്റി നിർത്താൻ ഈ വ്യക്തി തയ്യാറല്ല. നിങ്ങളെ മാറ്റി നിർത്തണമെങ്കിൽ ഈ വ്യക്തി വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മാറ്റത്തിലാണ്, തീരുമാനത്തിലാണ് ഈ വ്യക്തി എത്തി നിൽക്കുന്നത്. ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ സ്ഥലം മാറ്റത്തെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സ്ഥലത്ത് നിന്നും മാറി വേറൊരു സ്ഥലത്തേക്ക് പോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ മാറിയിരിക്കുന്നു. വിശ്വാസങ്ങളും ഈ പണ്ട് വിശ്വസിച്ചിരുന്നതും, അല്ലെങ്കിൽ പണ്ട് എന്താണോ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന പല തെറ്റായ കാര്യങ്ങളും അത് തെറ്റാണെന്നും അതല്ല യഥാർത്ഥ വിശ്വാസമെന്നും കാര്യങ്ങളെ മാറ്റി ചിന്തിക്കാനും ഈ വ്യക്തി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രണയം മാത്രമേ ഉള്ളൂ. അപ്രതീക്ഷിതമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് കണ്ടുമുട്ടിയപ്പോൾ ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുമെന്ന്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ പരസ്പരം നല്ല രീതിയിലുള്ള സ്നേഹത്തിൽ എത്തിച്ചേർന്നു. ആദ്യം ഒരു സൗഹൃദമായിരുന്നായിരിക്കാം, പക്ഷെ ആ സൗഹൃദത്തിൽ നിന്നും നല്ലൊരു ബന്ധത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ബന്ധത്തിലൂടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ആ മാറ്റങ്ങളിലൂടെ സന്തോഷകരമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ രണ്ടുപേരെ കൊണ്ടും സാധിച്ചു. അത് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള മോശപ്പെട്ട അവസ്ഥകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടും സഹായിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നോട്ട് ജീവിക്കാനുള്ളൊരു പ്രചോദനം അല്ലെങ്കിൽ പ്രവണത, മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തീർത്തും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു പ്രണയ ജീവിതം കൊണ്ട് മാത്രമാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. എന്നാലും ആ കഷ്ടപ്പാടിന്റെയും ഒറ്റപ്പെടലിന്റെയും വേദനയിൽ ഈ വ്യക്തി പുതിയ തുടക്കത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പകരം മറ്റൊരാളെ വെക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. കാരണം ഈ വ്യക്തിക്ക് നന്നായി അറിയാം നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെ മാറ്റിവെക്കുവാൻ സാധിക്കുകയില്ല. അതൊരിക്കലും നടപ്പിലാകുന്ന കാര്യമല്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിന് പകരം മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നുമാകില്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെക്കുറിച്ചും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി ഇപ്പോൾ മനസ്സിനെ അത്രമേൽ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് അവസ്ഥയിലൂടെ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുമായി ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി പുതിയ തുടക്കത്തോടുകൂടി വരാനാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.